നമുക്ക് ഈ മണിക്കൂറിലെ വാർ അപ്ഡേറ്റ്സ് കൂടി നോക്കി വരാം. റിയാദിലെ US എംബസിക്ക് നേരെ ഡ്രോൺ ആക്രമണം തിരിച്ചടിക്കുമെന്ന് അമേരിക്ക. ലെബനനിലെ ഹിസ്ബുള്ള നിയന്ത്രണത്തിലുള്ള ബൈറൂത്തിലെ അൽമനാർ ടിവിയിൽ ബോംബിട്ട് ഇസ്രയേൽ. 178 മിസൈലുകളും 384 ഡ്രോണുകളും തകർത്തതായി കുവൈത്ത്. ഇറാൻ മിസൈലുകളെ നിർവീര്യമാക്കിയെന്ന് UAE. ദുബായിക്ക് സമീപമുള്ള ഓസ്ട്രേലിയയുടെ സൈനിക താവളത്തിനു നേരെ ഇറാന്റെ ആക്രമണം. കുവൈത്തിലെ ആരിഫിജാൻ US ബേസിലും ഡ്രോൺ ആക്രമണം. സൗദിയിലെ US എംബസി ജീവനക്കാർക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ അടിയന്തര നിർദ്ദേശം. US സൈനികർ താമസിക്കുന്ന ഇർബിൽ ഹോട്ടലിൽ ആക്രമണം നടത്തിയതായി ഇറാഖി ഗ്രൂപ്പ്. പശ്ചിമേഷ്യയിലേക്ക് 15 ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ കൂടി വിന്യസിച്ച് US. ഹോർമുസ് കടലിടുക്ക് അടച്ച ഇറാൻ. അതിക്രമിച്ചു കയറുന്ന കപ്പലുകൾ കത്തിക്കുമെന്ന് മുന്നറിയിപ്പ്. സായികുമാർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സായി, പോയ രാത്രിയിൽ ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. UAE-യിൽ ബഹ്റൈനിലൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. കോൺസുലേറ്റുകൾ കേന്ദ്രീകരിച്ച ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന പേടി കൊണ്ട് തന്നെ അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. കൂടുതൽ പടക്കപ്പലുകളും കൂടുതൽ പടക്കോപ്പുകളും ഇന്ധനവും ഒക്കെ എത്തിക്കുകയാണ് യുദ്ധമേഖലയിലേക്ക് രാജ്യങ്ങൾ. തീർച്ചയായും മാധു, ഒട്ടും ആശ്വാസകരമായിട്ടുള്ള വാർത്തകളല്ല പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത്. വലിയൊരു സന്നാഹം തന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് അമേരിക്ക വീണ്ടും ഒരുക്കുന്നു. പടക്കപ്പലുകളും ഇന്ധനം നിറയ്ക്കാനുള്ള സാമഗ്രികളുമെല്ലാം മിഡിൽ ഈസ്റ്റ് ലക്ഷ്യമാക്കി വീണ്ടും വിന്യസിക്കുകയാണ് അമേരിക്ക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റിയാദിലെ US എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ തിരിച്ചടി, അതിൻ്റെ മറുപടി ഉടൻ എന്നുള്ള ട്രംപിന്റെ ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ലോകം അത് കാണും എന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം US സൈനികർ താമസിക്കുന്ന എർബിൻ ഹോട്ടലിൽ ആക്രമണം നടത്തിയതായി ഇറാഖി ഗ്രൂപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. ബഹ്റൈനിലും വീണ്ടും ഇപ്പോൾ മുന്നറിയിപ്പ് വരുന്നു. ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനുള്ള നിർദ്ദേശമാണ്. കുവൈത്തിലും ഖത്തറിലുമൊക്കെ ആക്രമണ ശ്രമമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അങ്ങനെ പരസ്പരം ആക്രമണം ഇപ്പോഴും തുടരുന്നു. ഇത് അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു സൂചനയും ഇപ്പോഴും വരുന്നില്ല. ശക്തമായി തന്നെ ആക്രമണം തുടരുകയാണ്. അതിനിടെ ബെയ്റൂത്തിലെ അൽമനാർ ടിവിയിൽ ഇസ്രയേൽ ബോംബിട്ടു. ഹിസ്ബുള്ള നിയന്ത്രണത്തിലുള്ള ചാനലാണ് അൽമനാർ. ഇറാനിയൻ ടിവിക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ഇസ്രയേലും ഇറാനിന് നേരെയും ഹിസ്ബുള്ളയ്ക്ക് നേരെയും ഒക്കെ കനത്ത ആക്രമണവും തുടരുകയാണ്. മാധവ്, സായികുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഹിസ്ബുള്ള അൽമനാർ ടിവിയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മറ്റ് US സൈനികർ താമസിക്കുന്ന എർബിൽ ഹോട്ടലിൽ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെടുകയാണ്. കൂടുതൽ ഇന്ധനം യുദ്ധമേഖലയിലേക്ക് കൊണ്ടുവരാൻ US തയ്യാറായിരിക്കുകയാണ്. സൗദിയിലെ US എംബസി ജീവനക്കാർക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനുള്ള അടിയന്തര നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. കൂടുതൽ യുദ്ധവിമാനങ്ങളും അമേരിക്ക രംഗത്തിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ യുദ്ധമുന്നണികൾ കേന്ദ്രീകരിക്കുകയാണ് എന്നതാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ നൽകാൻ കഴിയുന്ന വാർ അപ്ഡേറ്റ്.